ഗദ്യ രംഗത്തേക്ക് കടന്നു നോക്കാം. മാറ്റത്തിൻ്റെ കാറ്റടിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനമായ ഗദ്യ സാഹിത്യം വിവേകാനന്ദ സാഹിത്യമായിരുന്നു. അരവിന്ദൻ്റെ ലൈഫ് ഡിവൈൻ, തിലകൻ്റെ ഗീതാരഹസ്യം, അത് 1935 അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്നിട്ടുള്ളൂ കേട്ടോ. ഇവയും ഇക്കാലത്തുണ്ടായവയാണെന്ന് പറയാം. പിന്നെ ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്തത് രണ്ടാൾ, ഒന്ന് ഗാന്ധിജി, ഒന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ. ദാർശനികവും മതപരവുമായ ഐതിഹാസിക ഗ്രന്ഥങ്ങൾ ഡോക്ടർ രാധാകൃഷ്ണൻ തുടരെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. 1908 ദ എത്തിക്സ് ഓഫ് വേദാന്ത മുതൽ 1953 ദ പ്രിൻസിപ്പൽ ഉപനിഷത്സ് വരെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇക്കാലത്തെ. ഈ അതിപ്രധാനമായ ഗ്രന്ഥങ്ങളോട് കിടപിടിക്കുന്ന ഒരു വൈജ്ഞാനിക ഗ്രന്ഥം മലയാള സാഹിത്യത്തിൽ ആദ്യമായിട്ടുണ്ടായത് ആശജ്ഞാനാണ്. അത് 1954 വരുന്നത്. ധൈഷണികമായ പ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്നവർ ഇന്നും ചുരുക്കമാണ്. ആശജ്ഞാനം പോലുള്ള ഒരു ഗ്രന്ഥം പിന്നീട് വളരെ കുറച്ച് മാത്രമേ മലയാളത്തിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പോഴും സത്യമാണ്. വെറുതെ തട്ടിക്കൂട്ടിണ്ടാക്കേണ്ട പലതും വരുന്നുണ്ടെങ്കിലും അത് ആ ഒരു എന്താ പറയുക, ഒരു ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് ഇന്നും. ഈ നാടകങ്ങൾ 57-60 ഇടയിൽ 5 പൂർണ്ണ പദ്യനാടകങ്ങളും 6 അപൂർണ പദ്യനാടകങ്ങളും അരവിന്ദ ഘോഷ് പ്രസിദ്ധീകരിച്ചു. ഷേക്സ്പിയറുടെ ശൈലിയിലാണ് അരവിന്ദൻ്റെ നാടകരചന. 1913 മുതൽ 27 വരെയുള്ള കാലത്ത് ചിത്ര മുതൽ റെഡ് ഒലിയാൻഡേഴ്സ് വരെയുള്ള നാടകങ്ങൾ ടാഗോറിൻ്റേതായി ഉണ്ടായി. ഇന്ത്യൻ ദേശീയതയിലെ ഊന്നിയവയും സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിന് ഊന്നൽ കൊടുത്തവയുമാണ് ടാഗോറിൻ്റെ നാടകങ്ങൾ. മനഃശാസ്ത്രപരമായ നാടകങ്ങളാണ് എന്ന് പറയാം. 1875 മദ്രാസിൽ ഡ്രമാറ്റിക് സൊസൈറ്റിയും 1890 ബെല്ലാരിയിൽ കൃഷ്ണമാചാരി സ്ഥാപിച്ച സരസ വിനോദിനി സഭയും നാടക സാഹിത്യത്തെ പോഷിപ്പിച്ചവയാണ്. 1921 ശ്രീനിവാസ അയ്യങ്കാരുടെ നാടക സമാഹാരം ഉണ്ടായി. 1952 അദ്ദേഹത്തിൻ്റെ രാമരാജ്യം എന്ന നാടകം ഉണ്ടായി. 1952 നാലപ്പാട്ട് നാരായണമേനോൻ മരിക്കുന്നതിന് 2 വർഷം മുമ്പാണ് ഭാരതി സാരാഭായിയുടെ 2 വിമൻ പ്രസിദ്ധീകരിച്ചത്. മെറ്റർലിങ്കിൻ്റെ കാൽപ്പനിക നാടകത്തെ അനുകരിച്ചുകൊണ്ടുള്ള ഈ നാടകം അനുരാധ എന്ന ഭാര്യയുടെയും അവിവാഹിതയായ ഉർവശിയുടെയും കഥയാണ്. പദ്യത്തിലുള്ള സംഭാഷണ ശകലങ്ങളുമുണ്ട്. നാലപ്പാടൻ തർജ്ജമ ചെയ്ത മെറ്റർലിങ്കിൻ്റെ സാപജ്ഞം അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിലാണ് ഉണ്ടായത്, അവസാന ഘട്ടത്തിലല്ല, വളരെ മുമ്പാണ് ചെയ്തിട്ടുള്ളത്. ഭാരതി സാരാഭായിയുടെ രചന ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ 3ാം ഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് ഉണ്ടായത്. എന്നാൽ അമ്മാവൻ്റെ നാലപ്പാട് നാരായണമേനോൻ്റെ സാപജ്ഞം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്താണ് രചിച്ചിട്ടുള്ളത്, വളരെ കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ്. പിന്നെ നോവലുകളാണെങ്കിലും അതെ, രമേശ് ചന്ദ്രദത്തിൻ്റെ ലേക്ക് ഓഫ് പാംസ് വരുമ്പോൾ നാലപ്പാട്ട് നാരായണമേനോന് വെറും 15 വയസ്സാണ്. ഈ പുസ്തകത്തിൻ്റെ കഥ വിധവാ വിവാഹമാണ്. വീട്ടിയെ കൊണ്ട് മലയാള നാട്ടിലെ വിധവാ വിവാഹം നടപ്പാക്കാൻ പ്രേരണയായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം എടുത്തു പറയുന്നത്. 1857 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കവിതയിലും ഉപന്യാസം മുതലായ ഗദ്യശാഖകളിലും കാണുന്ന നവജീവൻ നോവൽ രംഗത്ത് ഉണ്ടായില്ല. സാമൂഹ്യ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയ നോവലുകളുടെ എണ്ണം കുറവായിരുന്നു. അത് ഉള്ള തന്നെ ശൈലിയും മറ്റുമൊക്കെ വളരെ അറിവഴഞ്ചനായ ഒരു ശൈലിയായിരുന്നു. അങ്ങനെ പിന്നെ 1909 മാധവയുടെ സത്യാനന്ദ വന്നു. 1916 അദ്ദേഹത്തിൻ്റെ തില്ലൈ ഗോവിന്ദൻ വന്നു. 1917 ആയപ്പോഴേക്കും മിസ്സസ് ആനി ബെസൻറ്റിൻ്റെ ഹോം റൂൾ മൂവ്മെൻറ്റ് വന്നു. ആ കൊല്ലം ഭൂമി നിയമത്തിൻ്റെ ചില അനീതികൾക്കെതിരായി കൈര സത്യാഗ്രഹത്തിൽ ഗാന്ധി അഹിംസാ സിദ്ധാന്തം പരീക്ഷിക്കുകയുണ്ടായി. നാലപ്പാടൻ 1917 തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തു. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ അംഗത്വം എടുക്കുന്നതിൻ്റെ മുമ്പ് 3 കൊല്ലം മുമ്പ് 1914 തന്നെ അദ്ദേഹം പൗരസ്ത്യ ദീപം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ഏഷ്യ അത് തിയോസഫിക അംഗത്വം എടുക്കുന്നതിൻ്റെ 3 കൊല്ലം മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ മുമ്പ് ആൽമോറയിൽ പോയി സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം തിയോസഫിക്കൽ സൊസൈറ്റിയിലേക്ക് ചേർന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വലുതായതല്ല. ആശയങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് കുഴപ്പമില്ല, തരക്കടില്ല തോന്നിയിട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ചേരുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാവും ഈ കാലം നോക്കിക്കഴിഞ്ഞാൽ.
ഗാന്ധിജി വന്ന ആ കാലം വളരെ പ്രധാനപ്പെട്ടൊരു കാലമാണ് ഇന്ത്യയുടെ നഭസ്സിൽ. അപ്പം ഇന്ത്യയിലെ പാവങ്ങൾ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും കൈവിടാതെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ധൈര്യമായി മുന്നോട്ട് വന്ന കാലഘട്ടമാണ് ഗാന്ധിയുടെ കാലം. ഈ കാലഘട്ടത്തിൽ പാവങ്ങളുടെ വിഖ്യാതമായ ഫ്രഞ്ച് നോവലിൻ്റെ പരിഭാഷ നാലപ്പാടൻ ആരംഭിക്കുകയാണ് ചെയ്തത്. 1920 മുതൽ 24-25 വരെ, 25-ലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. 20 മുതൽ അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലായിരുന്നു.